അസ്സാം വലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ആദ്യം തന്നെ ഒരു മിക്സിംഗ് ബൗളിലേക്ക് 250 ml കപ്പിന് 1/4 കപ്പ് പച്ചരി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിന് പകരം ഏത് അരി വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലത്തെ ഒരു അളവ് കപ്പ് ഇല്ലാന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ 250 ml കപ്പിൻ്റെ അളവിനാണ് ഞാൻ 1/4 കപ്പ് അരി എടുത്തിട്ടുള്ളത്. ഇതുപോലത്തെ ഒരു അളവ് കപ്പില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ചായക്ക് കുടിക്കുന്ന ഗ്ലാസ്സിൽ ആ ഗ്ലാസ്സിന് 1/4 കപ്പ് അരി എടുക്കുക. ഇനി അരി നല്ലതുപോലെ ഒന്ന് കഴുകിയെടുക്കുക. ഈ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ എടുത്തിട്ടുള്ള അരി പച്ചരിയാണ്. അപ്പം ഇടിയപ്പം പത്രിക്കൊക്കെ എടുക്കുന്ന പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പം നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. കുതിർക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഒന്ന് കഴുകി എടുത്താൽ മാത്രം മതി. ഇപ്പം ഞാൻ അരി വേവിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു 3 കപ്പ് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. നമ്മൾ അരി അളന്നെടുത്ത അതേ കപ്പിൽ തന്നെയാണ് 3 കപ്പ് വെള്ളവും അളന്നെടുക്കേണ്ടത്. നമ്മൾ അളവ് കപ്പിലാണെന്നുണ്ടെങ്കിൽ 3 കപ്പ് ആ അളവ് കപ്പിൽ തന്നെ എടുക്കാം. നമ്മൾ ഗ്ലാസ്സിലാണ് അരി അളന്നെടുക്കുന്നതെങ്കിൽ ആ ഗ്ലാസ്സിനനുസരിച്ച് 3 കപ്പ് വെള്ളം എടുക്കാം. ഇനി പച്ചരി തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ അരി ഒന്ന് വേവിച്ച് വറ്റിച്ചെടുക്കാം. അപ്പോൾ അരി മുഴുവനും വെന്ത് കുഴഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഒഴിച്ചു കൊടുത്ത വെള്ളം കറക്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും വെള്ളത്തിൽ വേവിച്ചെടുക്കാൻ പറ്റുന്നില്ല, അരി വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ തിളച്ച വെള്ളം ഒഴിച്ച് വേണം ഇതുപോലെ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇത് നമുക്ക് ഫ്ലെയിം ഓഫാക്കാം, ഇത്രയും മതി. അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുക്കറിൽ വേണമെങ്കിലും ഈ അരി വേവിച്ചെടുക്കാവുന്നതാണ്. കുക്കറിലാകുമ്പോൾ 1/4 കപ്പ് അരിക്ക് 2.5 കപ്പ് വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കുക. ഏത് കപ്പിലാണോ നമ്മൾ അളന്നെടുക്കുന്നത് ആ കപ്പിൽ തന്നെ വെള്ളവും എടുക്കുക. 2 വിസിൽ കേൾക്കുന്നവരാണ് കുക്കറിൽ വേവിച്ചെടുക്കാനുള്ളത്. ഇപ്പം ഞാനിത് വറ്റിച്ചാണ് എടുത്തിട്ടുള്ളത്. ഈ അരി പെട്ടെന്ന് വെന്ത് കിട്ടുന്ന അരിയാണ്. അതുകൊണ്ട് എനിക്കിപ്പോൾ 3 കപ്പ് വെള്ളത്തിൻ്റെ ആവശ്യമേ വന്നിട്ടുള്ളൂ. ഇപ്പോൾ ഇത് നല്ല ചൂടാണ്. ഇതിന് പകരം നിങ്ങൾക്ക് ചോറ് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഏത് അരിയുടെ ചോറ് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ചോറ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 250 ml കപ്പിന് 2 കപ്പ് ചോറാണ് എടുക്കാനുള്ളത്. നല്ല വെന്ത് കുഴഞ്ഞ ചോറ് വേണം എടുക്കാനായിട്ട്. ഇപ്പം ഇത് നല്ല ചൂടാണ്. ഈ ചോറ് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. ഇപ്പം ഈ ചോറ് നല്ല ചൂടാണ്. ഇതിൻ്റെ ചൂട് ഒന്ന് മാറട്ടെ. ഒരുപാടങ്ങ് ചൂട് മാറാൻ നിൽക്കരുത്, ചെറിയൊരു ചൂട് വേണം. ഇനി ഒരു ബൗളിലേക്ക് 250 ml കപ്പിന് 1/2 കപ്പ് ചെറിയ ചൂടുള്ള പാല് ഒഴിച്ചു കൊടുക്കുക. അളവ് കപ്പില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അരി അളന്നെടുത്ത ഗ്ലാസ്സിൽ തന്നെയാണ് പാലും അളന്നെടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഇൻസ്റ്റന്റ് ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഈസ്റ്റ് വാങ്ങുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഫ്രഷ് ആയിട്ടുള്ള ഈസ്റ്റ് വേണം എടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കാം. ഇനി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈസ്റ്റ് ആക്റ്റീവായി കിട്ടുന്നവരെ കുറച്ച് സമയം ഒന്ന് മൂടി വയ്ക്കാം. ഇപ്പം നമ്മൾ ഇത് മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഇതായിട്ടുണ്ട്. ഈസ്റ്റൊക്കെ നല്ലോണം പൊങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു വിസ്ക് വെച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ചൂട് മാറാൻ വേണ്ടിയിട്ട് വെച്ച ചോറാണ്. ഇതിൻ്റെ ചൂട് അങ്ങ് പൂർണ്ണമായിട്ട് മാറിയിട്ടില്ല, ചെറിയൊരു ചൂടുണ്ട്. ഇതിലേക്ക് ഈസ്റ്റ് മുഴുവനും അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ 1 ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ അതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 250 ml കപ്പിന് 2 കപ്പ് മൈദയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ മൈദ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരുമിച്ചങ്ങ് ഇട്ട് കൊടുക്കരുത്. നമ്മൾ ഏത് കപ്പിലാണോ അരി അളന്നെടുത്തത് ആ കപ്പിൻ്റെ അളവിലാണ് എല്ലാം അളന്നെടുക്കേണ്ടത്. ഇനി നമുക്ക് ഒന്ന് മിക്സ് ചെയ്യാം. കൈ വെച്ചൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഒന്ന് കുഴച്ച് എടുത്തിട്ടുണ്ട്. ഒരുപാടങ്ങ് ലൂസായി പോകരുത്. ഈ ഒരു ലൂസ് പരുവത്തിൽ വേണം ഇത് കുഴച്ചെടുക്കാൻ. ഒരുപാടങ്ങ് കട്ടിയാവാൻ പാടില്ല. ഈ ഒരു പരുവത്തിൽ കുഴച്ചെടുക്കാം. ഇപ്പം നല്ല ഒട്ടിപ്പിടിക്കുന്നുണ്ട് കയ്യിലൊക്കെ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ സൺഫ്ലവർ ഓയിലിന് പകരം ബട്ടർ വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ബട്ടർ ചെറിയ രീതിയിലൊന്ന് ചൂടാക്കി അതിൻ്റെ ചൂടൊക്കെ മാറിയിട്ട് 2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കുക. 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വീണ്ടും ഒന്ന് കുഴച്ചെടുക്കാം.
കൗണ്ടർ ടോപ്പിലിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഒട്ടിപ്പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് എണ്ണ ഒന്ന് കയ്യിൽ തടവിയതിന് ശേഷം ഒന്ന് ഉരുട്ടി യോജിപ്പിച്ചെടുക്കുക. എല്ലാം ഒന്ന് ഉരുട്ടി യോജിപ്പിച്ച് ഇതായി എടുത്തിട്ടുണ്ട്. കുഴച്ചെടുത്ത മാവ് എണ്ണ തടവിയ ഒരു ബൗളിൽ വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഒരു ടവൽ വെച്ചിട്ടോ അല്ലെങ്കിൽ ക്ലിംഗ് റാപ്പ് വെച്ചോ ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം. ഇപ്പം ഞാനിത് ഒരു ക്ലിംഗ് റാപ്പ് വെച്ച് ഇതാ ഒന്ന് കവർ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇപ്പം നല്ല ചൂടുള്ള സമയമാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മാവ് പൊങ്ങിക്കിട്ടും. കുറച്ച് തണുപ്പുള്ള കാലാവസ്ഥയൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം അധികം എടുക്കും ഈ മാവൊന്ന് പൊങ്ങി വരട്ടെ. ഇപ്പോൾ 1 മണിക്കൂർ ആയപ്പോൾ മാവൊക്കെ നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഈ ക്ലിംഗ് റാപ്പ് എടുത്ത് മാറ്റാം. മാവ് കണ്ടില്ലേ നല്ലോണം എന്താ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി മെല്ലെ ഒന്ന് കുഴച്ചെടുക്കാം. പൊട്ടിപ്പിടിക്കുന്നൊന്നും കാര്യമാക്കണ്ട. അപ്പോൾ കയ്യിൽ ഒട്ടിപ്പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് എണ്ണ തടവിയിട്ട് ഒന്നുകൂടി ഒന്ന് കുഴച്ചെടുക്കാം. കയ്യിൽ എണ്ണ ഒന്ന് തടവിന് ശേഷം ഈ മാവ് കൗണ്ടർ ടോപ്പിൽ വെച്ച് ഒന്നുകൂടി ഒന്ന് കുഴച്ചെടുക്കാം. വീണ്ടും ഒന്നുകൂടി ഒന്ന് കുഴച്ചെടുക്കാം. ഇനി നമ്മളിതിൽ ഒട്ടിപ്പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ മാവൊന്നും ചേർത്ത് കൊടുക്കരുത്. കയ്യിൽ ഒന്ന് എണ്ണ തടവിയിട്ട് ഒന്ന് കുഴച്ചെടുക്കാം. ചെറിയ രീതിയിൽ ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ കയ്യിൽ വീണ്ടും എണ്ണ ഒന്ന് തടവിന് ശേഷം ചെറിയ രീതിയിൽ ഒന്ന് കുഴച്ചെടുത്താൽ മതി. ഇതുപോലെ ഒട്ടിപ്പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. കയ്യിലൊന്ന് എണ്ണ തടവിന് ശേഷം ഒന്ന് ഇതുപോലെ ഒന്ന് കുഴച്ച് എടുക്കാം. ഇതുപോലെ ഒന്ന് വലിച്ച് വലിച്ച് ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ അതാ ഒന്ന് ഉരുട്ടി എടുത്തിട്ടുണ്ട്. ഇനി ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഞാനിതുപോലെ കുഴിയുള്ള ഒരു പാനാണ് എടുത്തിട്ടുള്ളത്. എല്ലാ ഭാഗത്തും എണ്ണ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നത്. ഇതിന് പകരം നിങ്ങൾക്ക് ബട്ടർ വേണമെങ്കിലും ബ്രഷ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഈ പാനിൻ്റെ ഉള്ളിൽ ഇതുപോലെ കട്ട് ചെയ്തെടുത്ത ഒരു ബട്ടർ പേപ്പറും കൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ ബട്ടർ പേപ്പർ ഇല്ലാന്നുണ്ടെങ്കിൽ എണ്ണ ഒന്ന് ബ്രഷ് ചെയ്തതിന് ശേഷം 1 ടീസ്പൂൺ മൈദ എല്ലാ ഭാഗത്തും ഒന്ന് തട്ടിക്കുടഞ്ഞ് എടുത്താൽ മതിയാവും. അപ്പോൾ ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലും കുറച്ച് എണ്ണ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. വാരിക്കോരി എണ്ണ ഒഴിക്കരുത്. ചെറിയ രീതിയിൽ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതാ ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഉരുട്ടിയെടുത്ത മാവ് ഇതിൻ്റെ പുറത്ത് ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഈ മാവ് ചെറുതായിട്ട് കൈവച്ച് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കാം. ചെറിയ രീതിയിൽ ഒന്ന് പരത്തി കൊടുക്കുക. ആ ബട്ടർ പേപ്പറിൻ്റെ അത്രയും ഭാഗം ഒന്ന് ചെറിയ രീതിയിൽ ഒന്ന് പരത്തി കൊടുക്കുക. അപ്പോൾ ഇത്രയും മതി. ഒരുപാട് അങ്ങ് പരത്തി വലുതാക്കരുത്. ഈ ഒരു ചെറിയ രീതിയിൽ ഒന്ന് പരത്തി കൊടുക്കുക. എല്ലാ വശവും ഒരേ കനത്തിൽ ഒന്ന് പരത്തി കൊടുക്കുക. പുറം ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് എണ്ണ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. എല്ലാ ഭാഗത്തും ഒന്ന് എണ്ണ ബ്രഷ് ചെയ്ത് കൊടുക്കുക. അത് എണ്ണ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വീണ്ടും നമുക്ക് കുറച്ച് സമയം ഇത് മൂടി റെസ്റ്റ് ചെയ്യാൻ വെക്കാം. വെള്ളത്തിൽ മുറുക്കി പിഴിഞ്ഞ ടവൽ കൊണ്ടോ അല്ലെങ്കിൽ ക്ലിംഗ് റാപ്പ് കൊണ്ടോ ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ക്ലിംഗ് റാപ്പ് കൊണ്ട് ഒന്ന് കവർ ചെയ്ത് കൊടുക്കുകയാണ്. ക്ലിംഗ് റാപ്പ് വെച്ച് ഒന്ന് കവർ ചെയ്ത് ഇതാ എടുത്തിട്ടുണ്ട്. ഈ മാവ് ഡബിൾ സൈസ് ആവുന്നത് വരെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇപ്പോൾ ഈ മാവ് ഡബിൾ സൈസായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ക്ലിംഗ് റാപ്പ് എടുത്ത് മാറ്റാം. ഇനി ഈ മാവിൻ്റെ പുറത്ത് കുറച്ച് പാലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇതിന് പകരം നിങ്ങൾക്ക് മുട്ടയുടെ മഞ്ഞയും അതിലേക്ക് 1 ടീസ്പൂൺ പാലും കൂടെ ചേർത്ത് മിക്സ് ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിലും ഇതിലേക്ക് ബ്രഷ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ പാലിലേക്ക് ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതാ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണ്. ചെറുതായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. നല്ലൊരു ബ്രൗൺ കളർ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് പാലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നത്. എല്ലാ ഭാഗത്തും ഒന്ന് പാല് ബ്രഷ് ചെയ്യാം. പാൽ എല്ലാ ഭാഗത്തും ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒട്ടും തന്നെ ചൂട് പുറത്ത് പോകാത്ത രീതിയിൽ എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ലിഡ് വെച്ച് വേണം അടച്ചു കൊടുക്കാനായിട്ട്. ഇനി ഇതുപോലത്തെ ഒരു ഹോൾ ഉണ്ടെങ്കിൽ എന്തെങ്കിലും വെച്ച് ഒന്ന് അടച്ചു കൊടുക്കുക. ഇനി ഈ ഹോളിലേക്ക് ഇതുപോലത്തെ ഒരു അലുമിനിയം ഫോയിൽ വെച്ച് ഒന്ന് അടച്ചു കൊടുക്കുക. നല്ലതുപോലെ ഒന്ന് അടച്ചു കൊടുക്കുക. ഒട്ടും തന്നെ ചൂട് പുറത്ത് പോകാത്ത രീതിയിൽ അടച്ചു കൊടുക്കുക. ഇനി ഫ്ലെയിം നല്ലതുപോലെ കുറച്ച് വെച്ച് കൊടുക്കണം. ഫ്ലെയിം കൂട്ടിയിടരുത്. ലോ ഫ്ലെയിമിൽ വെച്ച് ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കുക. ഒന്നുകിൽ നിങ്ങൾക്ക് ഇത് കരിഞ്ഞു പോകും എന്ന് ഡൗട്ട് ഉള്ളവർക്ക് എന്തെങ്കിലും ഒരു തവയോ അല്ലെങ്കിൽ ഇരുമ്പിൻ്റെ ചട്ടിയോ ഇരുമ്പിൻ്റെ ദോശക്കല്ലോ വെച്ചിട്ട് 5 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ദോശക്കല്ലിലോ അല്ലെങ്കിൽ തവയിലോ ഇത് വെച്ച് കൊടുത്താൽ മതി. ലോ ഫ്ലെയിം വെച്ച് കൊടുക്കുക. ഇനി ഇതൊന്ന് ബേക്കായി വരട്ടെ. ബേക്കാൻ വെച്ചിട്ട് ഒരു 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം കണ്ടില്ല, നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറമായിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കാം. നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട്.
ഇപ്പം നല്ല ചൂടാണ്. അപ്പം നമുക്ക് ചോറ് വെച്ചിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് കടകളിൽ നിന്നും വാങ്ങുന്ന അതേ രീതിയിലുള്ള ബ്രെഡ് നമുക്ക് വീട്ടിലും ചെയ്തെടുക്കാൻ പറ്റും. ചോറ് വെച്ചിട്ട് നമ്മൾ അരി വേവിച്ച് ചോറ് വെച്ചിട്ട് വേണമെന്നുണ്ടെങ്കിലും ചെയ്തെടുക്കാം, അല്ലെങ്കിൽ നമ്മൾ ബാക്കി വന്ന ചോറ് വെച്ചിട്ട് വേണമെങ്കിലും നമുക്ക് ബ്രെഡ് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ബാക്കി വന്നിട്ടുള്ള ചോറ് ഇനി കളയേണ്ട ആവശ്യമില്ല. നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ തന്നെ നല്ല അടിപൊളി ടേസ്റ്റിൽ ബ്രെഡ് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇപ്പം നല്ല ചൂടാണ്. ഈ ചൂടോട് കൂടി തന്നെ കുറച്ച് ബട്ടർ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. നല്ല ഗ്ലേസിങ് കിട്ടും, നല്ലൊരു സോഫ്റ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. എല്ലാ ഭാഗത്തും നല്ലതുപോലെ ഇതാ ഒന്ന് ബട്ടർ ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ പാൻ നല്ല ചൂടാണ്. ഈ ചൂട് പാനിൽ നിന്ന് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് ഈ ബ്രെഡ് മാറ്റാം. ഇപ്പം നമ്മുടെ ബ്രെഡിൻ്റെ ചൂടൊക്കെ മാറിയിട്ടുണ്ട്. അപ്പം ചൂട് മാറുന്നതിന് മുമ്പായിട്ട് തന്നെ ചെറിയൊരു ചൂടോടുകൂടി ആ ബട്ടർ പേപ്പർ ഇളക്കി മാറ്റുക. അല്ലെങ്കിൽ ചൂട് മാറിയതിന് ശേഷം നമ്മൾ ഈ ബട്ടർ പേപ്പർ മാറ്റുകയാണെന്നുണ്ടെങ്കിൽ കുതിർന്നിരിക്കും. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ചെറിയ ചൂടോടുകൂടി തന്നെ ഈ ബട്ടർ പേപ്പർ അങ്ങ് ഇളക്കി മാറ്റുക. ഞാൻ ബട്ടർ പേപ്പർ ഇതാ ഇളക്കി മാറ്റിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. കണ്ടില്ലേ, നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇനി ഇതൊന്ന് മുറിച്ചും കൂടി കാണിച്ചു തരാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇപ്പോൾ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ട് ഇതായിരിപ്പുണ്ട്. നമ്മൾ കടകളിൽ നിന്നും ബ്രെഡ് വാങ്ങുന്നതിനേക്കാളും കുറച്ചും കൂടെ ടേസ്റ്റും നല്ല പഞ്ഞി പോലെയാണ് ഇരിക്കുന്നത്. ഇപ്പൊ വീട്ടിൽ ചോറൊക്കെ ബാക്കി വരികയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇനി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഇതൊന്ന് മുറിച്ചെടുക്കാം. ഇപ്പൊ നമ്മുടെ ബ്രെഡൊക്കെ ഇതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിൽ നിന്നും ഒരു ബ്രെഡ് ഇതാ എടുത്തിട്ടുണ്ട്. എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ നല്ല ടേസ്റ്റ് ആണ് കഴിക്കാൻ വേണ്ടിയിട്ട്. നല്ല പഞ്ഞി പോലെ ഇരിപ്പുണ്ട്, അടിക്കൊന്നും പിടിച്ചിട്ടില്ല. ഇനി ഇതൊന്ന് മുറിച്ചും കൂടി കാണിച്ചു തരാം. അപ്പോൾ ചോറ് വെച്ചിട്ടുള്ള ഈ ബ്രെഡ് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഓവനോ കേക്ക് ടിന്നോ അതുപോലെ തന്നെ വലിയ പാത്രങ്ങളോ കടായോ ഒന്നും തന്നെ ആവശ്യമില്ല. വീട്ടിലുള്ള ഒരു പാൻ മാത്രം മതി. നമുക്ക് എളുപ്പത്തിൽ തന്നെ നമുക്ക് ബ്രെഡ് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അതും ചോറ് വെച്ചിട്ടുള്ള ബ്രെഡ് നല്ല പഞ്ഞി പോലെ ഇരിപ്പുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ചോറ് വെച്ചിട്ടുള്ള ഈ ബ്രെഡ് ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്